പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. കുട്ടനാട്ടിൽ പക്ഷിവധം പൊടിപൊടിക്കുകയാണ്. എല്ലാ കൊല്ലങ്ങളിലുമുള്ള ഒരാചാരമാണിത്. കൊടുങ്ങല്ലൂരിൽ കോഴികളെ കൊല്ലുമായിരുന്നു. അതിനു മുമ്പ് മനുഷ്യരെയാണ് ബലി കൊടുത്തിരുന്നത്. പിന്നീട് അത് കുമ്പളങ്ങയാക്കി. പക്ഷേ ആരോഗ്യവകുപ്പിന് പക്ഷിക്കൊലപാതകമാണ്, താറാക്കൊലപാതകമാണ്, കോഴിക്കൊലപാതകമാണ്. അതെല്ലാ കൊല്ലവും ചെയ്തുകൊണ്ടേയിരിക്കണം. കുട്ടനാട്ടിൽ അനവധി പക്ഷികളുണ്ട്. സ്വതന്ത്രമായി വിഹരിക്കുന്ന പക്ഷികൾ, അവയ്ക്കൊന്നും കുഴപ്പമില്ല. തമിഴ്നാട്ടിൽ നിന്നാണ് കോഴികൾ കേരളത്തിലേക്ക് എത്തുന്നത്. അവിടെയും കുഴപ്പമില്ല. പക്ഷേ കുട്ടനാട്ടിലെ താറാവുകളെ മൊത്തം നമുക്ക് കൊല്ലണം. അതെന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻഡസ്ട്രിയലായിട്ടൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, ഇൻഡസ്ട്രിയൽ അല്ലാതെ ലോക്കലായിട്ടൊക്കെ ചെയ്യുന്നതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. ഞങ്ങളല്ലാതെ വേറെ ആരും കോഴിയെ വളർത്തണ്ട, നാട്ടുകാരൊക്കെ വീടിൻ്റെ പിന്നാമ്പുറത്ത് കുറച്ച് തീറ്റ എറിഞ്ഞിട്ട് കൊടുത്ത് കോഴിയെ വളർത്തിയാൽ, കാണുന്ന പറമ്പിലെല്ലാം താറാക്കളെ വളർത്തിയാൽ, കാണുന്ന പാടങ്ങളിലെല്ലാം താറാക്കളെ ഇറക്കി വിട്ടാൽ ഞങ്ങളുടെ ആൻറ്റിബയോട്ടിക് കോഴികൾ, ബ്രോയിലർ കോഴികൾ അത്ര ക്ലച്ച് പിടിക്കത്തില്ല. അതാണോ ഇതിൻ്റെ പിന്നിൽ? ഞാൻ പല പ്രാവശ്യവും ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. മലയാള മനോരമയുടെ ഓൺലൈൻ ചാനലിൽ അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതിയിട്ടുള്ളത് ഡോക്ടർ ഷാഹുൽ ഹമീദ് ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ആരോഗ്യവകുപ്പിൽ ജോലിയായിരിക്കുന്നവർ സത്യങ്ങൾ തുറന്നു പറയാറില്ല, എന്നെ പിന്തുണക്കാറില്ല. പക്ഷെ ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചില സത്യങ്ങൾ പറയാറുണ്ട്, എൻ്റെ കൂടെ ചേരാറുണ്ട്, എന്നെ പിന്തുണയ്ക്കാറുണ്ട്. ഷാഹുൽ ഹമീദിൻ്റെ മനോരമ ഓൺലൈനിൽ ഡിസംബർ 30, 2025 5:16 PM വന്ന ചോദ്യം അല്ലെങ്കിൽ കുറിപ്പ്: പക്ഷിപ്പനി വന്നാൽ മനുഷ്യൻ മരിക്കുമോ? 11 ലക്ഷം പക്ഷികളെ കൊന്നിട്ടും ഇത് നിയന്ത്രിക്കാനായില്ല, എന്തുകൊണ്ട്? അപ്പം അതിൽ പക്ഷിപ്പനിയുടെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് മഹാരാഷ്ട്രയിലാണ് 2006 ഫെബ്രുവരിയിൽ. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി ഈ മാസം ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വരെ 11 പ്രാവശ്യം ഈ അസുഖം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. 11 ലക്ഷത്തിൽ പരം താറാവുകളെയും കോഴികളെയും വളർത്തുപക്ഷികളെയും മുൻകരുതൽ എന്ന നിലയിൽ കൊന്ന് കത്തിച്ചു കളഞ്ഞു. എന്നിട്ടും ഈ അസുഖം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് ഇത്രയും പക്ഷികളെ കൊന്നൊടുക്കുന്നത്? എന്തിനാണ് പക്ഷിപ്പനിയെ ഇത്രയും പേടിക്കുന്നത്? മറ്റു രാഷ്ട്രങ്ങളിൽ പക്ഷിപ്പനിയുണ്ടോ തുടങ്ങി കാര്യങ്ങൾ പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചു വന്നിട്ട് 1997 ഹോങ്കോങ്ങിൽ ഈ അസുഖം മനുഷ്യരെയും ബാധിച്ചു. കോഴി ഫാമുകളുമായി ഇടപഴകിയ 18 പേർക്ക് രോഗം ബാധിച്ചു. അതിൽ 6 പേർ മരണമടഞ്ഞു. കോഴി ഫാമുകളിൽ സ്പ്രേ ചെയ്ത കീടനാശിനിയാണോ, എന്താണ് കൊന്നതെന്നുള്ളതിനെ കുറിച്ചൊന്നും ഇല്ല. കോഴിപ്പനി, പക്ഷിപ്പനിയാണ്. പിന്നെ 2023 മുതൽ 2025 വരെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 25 രാഷ്ട്രങ്ങളിലായി 990 പേർക്ക് രോഗം ബാധിച്ചു. ഇതിൽ 475 പേർ മരണമടഞ്ഞു. പനിക്ക് പാരാസ്റ്റമോൾ കൊടുത്ത് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ മാത്രം പനിയുടെ ചികിത്സയിൽ 400ഓളം പേര് എല്ലാ കൊല്ലവും മരിക്കുന്നുണ്ട്. ഓരോ കൊല്ലവും ഓരോരോ പേരുകളാണ് പറയുക. ഒരേ പേര് തന്നെ സ്ഥിരമായിട്ട് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഡെങ്കി, ഡോങ്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ്, ഈ റാറ്റ്, പിഗ്, ടൊമാറ്റോ, അങ്ങനെയുള്ള പലതരം പനികളായിട്ട് ഇങ്ങനെ ഗ്രേഡ് കൂട്ടി. പിന്നെ കോവിഡ് പനി, കുറേ നുണപ്പനി വന്നു. അങ്ങനെ ഇനിയിപ്പോൾ പുതിയ പനികൾ, പുതിയ പേരുകൾ ഇങ്ങനെ ഇട്ട്. രോഗമാകെ ഒന്നേ ഉള്ളൂ, അനാരോഗ്യമാണ്. അതിൻ്റെ കുഴപ്പങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം എന്നുള്ളതൊന്നും അവർക്ക് കച്ചവട വൈദ്യത്തിന് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും അവിടെ നിൽക്കട്ടെ. ഇന്ത്യയിലും മരണം സംഭവിച്ചിട്ടുണ്ട്.
25 രാജ്യങ്ങളിലായിട്ട് 990 പേർക്ക് പിടിച്ചുള്ളൂ. ഇന്ത്യയിലും ഒരു മരണം. 2021 ഹരിയാനയിൽ ആദ്യമായി ഒരു കുട്ടി, പക്ഷി ഫാമിൽ ജോലി ചെയ്തവരൊന്നുമല്ല, ഒരു കുട്ടി പക്ഷിപ്പനി മൂലം മരണമടഞ്ഞത്. 2025 ഏപ്രിൽ 2 വയസ്സുള്ളൊരു കുട്ടി ആന്ധ്രാപ്രദേശിലും. 2025 ജൂലൈയിൽ കർണാടകയിൽ മറ്റൊരാളും പക്ഷിപ്പനി മൂലം മരണത്തിന് കീഴടങ്ങി. ഇപ്പോൾ വലിയൊരു പകർച്ചവ്യാധിയാണ്. 11 ലക്ഷം അല്ല, 111 ലക്ഷം പക്ഷികളെയൊക്കെ കൊല്ലണം. അത് ഈ ഫാമിൽ വളർത്തുന്ന തമിഴ്നാട്ടിലെ കോഴികളെയോ പക്ഷികളെയോ ഒന്നും അത് നമ്മളിങ്ങനെ പറയണത് ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ കർണാടക സിദ്ധരാമയ്യ നമുക്കെതിരെ ഭയങ്കരമായിട്ട് രോഷം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഈ വക കാര്യങ്ങളിൽ. ചൈനയിലെ കാര്യം പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ട് തമിഴ്നാട്ടിലെയോ കർണാടകയിലെയോ കാര്യങ്ങളിലൊന്നും നമ്മൾ പറയാൻ പാടില്ല, ഇടപെടാൻ പാടില്ല. അത് വലിയ പ്രശ്നമാണ്. ഏതായാലും 2 വയസ്സുള്ള കുട്ടി ഈ കോഴി ഫാമിൽ എന്ത് ചെയ്യാൻ പോയതാണ്? പക്ഷിയുമായിട്ട് കോഴിയുമായിട്ട് എന്താണ് ഈ 2 വയസ്സുള്ള കുട്ടി ചെയ്തത്? കോഴി ഇറച്ചി പോലും തിന്നിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 2 വയസ്സുള്ള കുട്ടിയാണ്. ഏതായാലും അങ്ങനെ രോഗം കണ്ടെത്തി മനുഷ്യരിലേക്ക് പടരുന്നതിന് തടയാനായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഉടനെ ആ പ്രദേശത്തെ പക്ഷികളെ കൊന്നൊടുക്കുന്നത്. ആലപ്പുഴയിലെ ഹോട്ടലുകളിൽ ഒന്നും ചിക്കൻ വിളമ്പാൻ പാടില്ല എന്ന് ആരോഗ്യവകുപ്പ്. അതിനെതിരെ ഹോട്ടലുകാർ സമരം, അടച്ചിടാൻ പോകണമെന്ന്. അടച്ചിട്ടില്ലെങ്കിൽ അവരെ അടച്ചിടിയിക്കും. ആരോഗ്യവകുപ്പുകാർ കയറിയിട്ട് ഇവിടെ രോഗാണുണ്ട്, കോഴിയുടെ രോഗാണുവാണെന്നൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ ഹോട്ടലുകാർ പൂട്ടി കൊടുക്കണം. ഉച്ചവരെ ഒരു അര ദിവസത്തെ സമയം കൊടുത്താൽ ഭാഗ്യം. പിന്നെ അണുവിമുക്തമായി എന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ ഹോട്ടൽ തിരിച്ചു കൊടുക്കുള്ളൂ. ഹോട്ടലുകാർ പുതിയ പൊതുജനാരോഗ്യ നിയമമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഹോട്ടലുകാരുടെ വീട്ടിൽ കയറിയിട്ട് വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കും. 2 മണിക്കൂറേ കൊടുക്കുള്ളൂ. നിങ്ങളുടെ വീട്ടിലും വരാം. നിയമമൊക്കെ ആരോഗ്യ കരിനിയമങ്ങൾ അറിയാണ്ട് ആലപ്പുഴയിലെ ഹോട്ടലുകാർ കളിച്ചാലുണ്ടല്ലോ വിവരം അറിയും. ഹോട്ടലുകാരുടെ വീട്ടിൽ വരും. ഈ വീട്ടിൽ അണുക്കളുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇറങ്ങിത്താ. 2 മണിക്കൂർ കൊണ്ട് ഇറങ്ങിക്കൊടുക്കണം. ചട്ടിയും കലമൊന്നും എടുക്കണ്ട, ഇറങ്ങിയാൽ മതി. ഉടുത്ത തുണി സമ്മതിക്കുക ഇല്ലെന്നാണ് എനിക്ക് സംശയമുണ്ട്. അണുമുക്തമായി എന്ന് ഉറപ്പ് വന്നാൽ തിരിച്ചാ വീട് കിട്ടും. ഇല്ലെങ്കിലോ അത് ഈ DDT ഒക്കെ സ്പ്രേ ചെയ്തിട്ടാണ് അണുമുക്തമാക്കുക. അപ്പോഴേക്കും കാറ്റിന് പിന്നെ അണുക്കൾ വന്നാലും തീയും. ഏതായാലും അപ്പോഴും പൊതുജനങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് നമ്മുടെ വിദഗ്ധർക്ക് ഇനിയും ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. പൊതുജനങ്ങളല്ല ചോദിക്കുന്നത്, ഇത് ചോദിക്കുന്നത് ഷാഹുൽ ഹമീദാണ്. പൊതുജനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരു ചോദ്യവും ചോദിക്കണില്ല. കഴുതകളാണ് ഞാനടക്കം. അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുവോ? ഏതായാലും ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1. കഴിഞ്ഞ 11 വർഷമായി ലക്ഷക്കണക്കിന് പക്ഷികളെ കൊന്നൊടുക്കിയിട്ടും എന്തുകൊണ്ട് വീണ്ടും ഈ അസുഖം വരുന്നു? 2. ഈ അസുഖം എവിടെ നിന്ന് എങ്ങനെ വരുന്നു? ഇത്രയും നാളായിട്ടും ഇതിൽ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? 3. ദേശാടന പക്ഷികളാണ് രോഗവാഹകർ എന്ന് അനുമാനിക്കുന്നതല്ലാതെ ഏതെങ്കിലും ദേശാടന പക്ഷികളിൽ കുട്ടനാടൻ മേഖലയിൽ ഈ അസുഖത്തിൻ്റെ വൈറസ് കണ്ടെത്തിയിട്ടുണ്ടോ? 4. കർഷകർക്ക് ജൈവ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ട സഹായങ്ങളോ ശാസ്ത്രീയ മാർഗങ്ങളോ വേണ്ടപ്പെട്ട സർക്കാർ വകുപ്പുകൾ നൽകിയിട്ടുണ്ടോ? 5. സ്ഥിരമായി രോഗം റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ വീണ്ടും താറാവ് വളർത്തുകയും വർഷാവർഷം കൊന്നൊടുക്കുകയും ചെയ്യുന്ന നാറാണത്ത് ഭ്രാന്തൻ പ്രതിഭാസം ആവർത്തിക്കുന്നത് എന്തിന്? അത് നല്ലൊരു ചോദ്യമാണ്. ആ നാറാണത്ത് ഭ്രാന്തനാണ് ഏറ്റവും നന്നായത്. ഷാഹുൽ ഹമീദിന് ഈ നാറാണത്ത് പ്രയോഗത്തിന് കൊടുക്കണം ഒരു കുതിരപ്പവൻ. 7. 1600-ൽ പരം കോഴി ഫാമുകളിലായി പ്രതിദിനം 6 കോടി കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കുന്ന 7 കോടി കോഴികളുള്ള തമിഴ്നാട്ടിലെ നാമക്കലിൽ എന്തുകൊണ്ട് അസുഖം വരുന്നില്ല? അതേ ഇൻഡസ്ട്രിയാണ്, ഫാക്ടറി കോഴികളാണ് അവർ തരുന്നത്. അത് കളി വേറെ. ഇത് കുറേ നാട്ടിൻപുറത്തെ കുറച്ച് കർഷകർ കുറേ താറാവുകളെ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് ഇറക്കി വിടും. ഞങ്ങളെ നാമക്കല്ലിൽ വലിയ കൂടൊക്കെ കെട്ടി ഇലക്ട്രിക് ലൈറ്റൊക്കെ കൊടുത്ത് ആൻറ്റിബയോട്ടിക്കുകൾ, വാക്സിനുകൾ, കോഴിത്തീറ്റ അങ്ങനെ വളരെ അന്തസ്സായിട്ട് പണം ചെലവ് ചെയ്ത് സംരക്ഷിച്ചിട്ടാണ്
ആ കോഴിയുമായിട്ടും ആ കോഴി മുട്ടയുമായിട്ട് കുട്ടനാട്ടുകാരൻ കർഷകൻ മത്സരിക്കാൻ വന്നാൽ വിവരം അറിയും. വിവരം അറിഞ്ഞല്ലോ. കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നാറാണത്ത് കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ നാറാണത്ത് ഭ്രാന്തൻ. കേരളം ഭരിക്കുന്നത് ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗുരുതരമായ വീണ്ടും ഒന്നുകൂടെ ജയിലിൽ പോകേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ചോദിക്കാൻ പോയത് കേരളം ഭരിക്കുന്നത് നാറാണത്ത് ഭ്രാന്തനാണോ ഭ്രാന്തന്മാരാണോ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കാൻ പോയത്. ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. 8 മുൻ വർഷങ്ങളിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ശാസ്ത്രീയ പഠനം നടത്തുമെന്ന പ്രഖ്യാപനം വന്നതല്ലാതെ നാളിതുവരെ ഒരു പഠനവും തുടങ്ങിയിട്ടില്ല. ഒരു പഠന റിപ്പോർട്ടും പുറത്തു വന്നില്ല. പ്രഖ്യാപനങ്ങളെല്ലാം എന്തെല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് പ്രഖ്യാപിക്കണേ. കൊള്ളാം. 9 സർക്കാർ ഫാമായ നിരണം ഫാമിൽ 2024 പക്ഷിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ട് ഫാം തുറന്നാൽ മതി എന്ന നിലപാടിൽ നാളിതുവരെ നിരണം താറാവ് വളർത്തൽ കേന്ദ്രം തുറന്നിട്ടില്ല. സർക്കാർ ഫാമായ നിരണം ഫാമിൽ 2024 പക്ഷിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ട് ഫാം തുറന്നാൽ മതി എന്ന നിലപാടിൽ നാളിതുവരെ നിരണം താറാവ് വളർത്തൽ കേന്ദ്രം തുറന്നിട്ടില്ല. കഴിഞ്ഞ 1.5 വർഷമായി ഈ കേന്ദ്രം അടഞ്ഞു കിടക്കുകയാണ്. അതടഞ്ഞു തന്നെ കിടക്കാൻ വേണ്ടി ആർക്കെങ്കിലും എത്രയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശബരിമലയിൽ മാത്രമല്ലല്ലോ, ഈ മേഖലകളിലും കഴിയുന്നത്ര പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? അതേസമയം വർഷാവർഷം അസുഖം വരുന്ന കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വീണ്ടും താറാവ് വളർത്താൻ അനുവാദം നൽകുന്നത് അസുഖം വരാനുള്ള അവസരം ഒരുക്കുകയല്ലേ? 10 കൊന്നൊടുക്കിയാൽ അസുഖം നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം തെളിയിച്ചതാണ്. ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കാൻ വിദഗ്ധർക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ മേഖലയിൽ എന്നേക്കുമായി താറാവ് വളർത്തൽ നിരോധിക്കണം. താറാവ് വളർത്തൽ മാത്രമല്ല, താറാവ് വളർത്തുന്നവരെ കൂടി അങ്ങോട്ട് നിരോധിച്ചാൽ ഈ തലവേദനയൊക്കെ അങ്ങോട്ട് തീരില്ലേ? താറാവ് തിന്നുന്നവരെ നിരോധിച്ചാലോ? അത് വേണ്ട, നാമക്കല്ലിൽ നിന്ന് വരുമല്ലോ. ഇതിൽ തമാശയായത് താറാവുകൾ കൂട്ടം കൂടെ നിൽക്കുന്നു, കോമാളിക്കിറ്റിട്ട് പൂർണ്ണ സുരക്ഷിതരായി, അല്ലെങ്കിൽ പടരൂല്ലേ? അങ്ങനെ കോഴിക്കൊലപാതകികൾ നിരന്ന് നിൽപ്പുണ്ട്. അതിൻ്റെ അടുത്ത് നോക്കി നിൽക്കുന്നുണ്ട് ഈ കോമാളിക്കിറ്റൊന്നും ഇല്ലാതെ കുറച്ച് നാട്ടുകാർ. ഈ കോമാളിക്കിറ്റ് അവിടെ അത്യാവശ്യമുള്ളതാണെങ്കിൽ നാട്ടുകാർ അവിടെ നിന്ന് ആദ്യം ഓടിക്കണ്ടേ? കോമാളിക്കെട്ടിടാത്ത നാട്ടുകാരെ ഓടിക്കാതെ അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പുകാർ? ഏതായാലും തമാശയാണ്. ഈ തമാശ ഇങ്ങനെ തുടരും. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സാമ്പത്തിക ശാസ്ത്രം. കോഴി കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, കൊന്നൊടുക്കിയ താറാവുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. കർഷകന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വേറെ ചിലർക്ക് കിട്ടും, അല്ലെങ്കിൽ തടയപ്പെടും, ഇങ്ങോട്ട് ഒഴുകില്ല, കെട്ടിക്കിടക്കുന്നത് വേറൊരിടത്തേക്ക് പോകും. ഇതൊക്കെ ഒരു കലാപരിപാടിയാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന സാമ്പത്തിക വിനിമയങ്ങൾ, തിരിമറികൾ. നമ്മുടെ ഒരു വെള്ളിക്കാപ്പട്ടണമാണ്, തനി വെള്ളിരിക്കാപ്പട്ടണം. അവിടെ അടുത്ത കൊല്ലത്തെ പക്ഷിപ്പനിയിൽ കോഴികളെ താറാവുകളെ കൂട്ടക്കൊല്ലൽ നാറാണത്ത് ഭ്രാന്തൻ പ്രതിഭാസത്തിൽ നമുക്കിനി വീണ്ടും ഈ വിഷയം സംസാരിക്കാം. നന്ദി, നമസ്കാരം.